കയറ്റം എത്രമാത്രം ബുദ്ധിമുട്ടാണോ കരിമല ഇറക്കവും ഒരുപക്ഷെ അത്ര ആത്മീയത ഭക്തിയുടെ ഭാവങ്ങളുടെ വിഭിന്നമായി പോലും കരിമല ഇറങ്ങാൻ പോലും വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. കാര്യം ഇറങ്ങി വരുമ്പോൾ കാലുകൾ തെന്നാനുള്ള സാധ്യത വളരെ അധികമാണ്. ഒരു വശത്ത് കൊക്കയാണ്. ഇന്നും പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഒരു അപകടകരമായ മേഖലയായി കരിമല ഇറക്കം നിലനിൽക്കുന്നു. ചില ഭാഗങ്ങളിൽ ഒരാൾക്ക് മാത്രമേ കയറാൻ കഴിയുന്നുള്ളൂ. ഇവിടെ ചില അപകടങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കരിമല എന്നുള്ളതും ഈ സ്ഥലമെന്നുള്ളതും പല ആംഗിളുകൾ നമുക്ക് പരിശോധിക്കാം. ഒരുപക്ഷെ പ്രകൃതിയുടെ ആംഗിൾ പരിശോധിക്കാം, ദൈവത്തിൻ്റെ ആംഗിളിൽ പരിശോധിക്കാം, ആത്മീയതയുടെയും ചരിത്രത്തിൻ്റെയും പുരാണത്തിൻ്റെയും ഒക്കെ സങ്കല്പങ്ങളിൽ പരിശോധിക്കാം. പക്ഷേ ഒരു കാര്യം അവിതർക്കിതമാണ്. ഏത് ആംഗിളിൽ ഏത് ദൃഷ്ടികോണിൽ പരിശോധിച്ചാലും ഈ സ്ഥലങ്ങൾ പഠിക്കപ്പെടേണ്ടവയാണ്, പരിശോധിക്കപ്പെടേണ്ടവയാണ്, കൂടുതൽ ആഴത്തിൽ അറിയാൻ. ഉദയനനെ വധിച്ച അയ്യപ്പൻ്റെയും കൂട്ടാളികളുടെയും അടുത്ത ലക്ഷ്യം ശബരിമലയിൽ ഉദയനൻ തകർത്ത ശാസ്താവിൻ്റെ ക്ഷേത്രം പുനർനിർമ്മിക്കുക എന്നതായിരുന്നു. അതിനുവേണ്ടിയുള്ള ഉദയനനെ കുറിച്ചുള്ള അധ്യായം അവസാനിക്കുകയാണ്. ഒരുപക്ഷെ യുദ്ധത്തിൽ ഉദയനെ തോൽപ്പിച്ചു എന്നോ ഉദയനെ പരിഷ്കരിച്ച സങ്കല്പങ്ങളില്ല. അതുകൊണ്ട് പഴയ യുദ്ധരീതി വെച്ച് ഉദയനെ പരിഷ്കരിക്കാൻ കഴിയാത്തത് കാരണം വധിച്ചു എന്നോ അല്ലെങ്കിൽ പൊതുവെ സമാധാനവാദിയായ അയ്യപ്പൻ പലരെയും പരിഷ്കരിക്കുന്ന മാനസികമായി പരിവർത്തനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന അയ്യപ്പൻ ഗത്യന്തരമില്ലാതെ അങ്ങനെയാണ് പല സ്ഥലങ്ങളിലും നമുക്ക് ഈവിളിനോട് അല്ലെങ്കിൽ തിന്മയോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റാതെ റിഫോം ചെയ്യാൻ പറ്റാതെ വധിക്കുക മാത്രമാണ് രക്ഷയെന്ന അവസ്ഥയിൽ ഉദയനെ വധിച്ച് കാണണം. അത് കഴിഞ്ഞാണ് നേരത്തെ
ഉദയനെ വധിച്ചു കഴിഞ്ഞ് വലിയാനവട്ടവും ചെറിയാനവട്ടവും കഴിഞ്ഞ് പമ്പയിലേക്ക് എത്തുന്നത്. പമ്പ പുരാണ പ്രസിദ്ധമാണ്, ചരിത്രപ്രസിദ്ധമാണ്, ഭക്തരുടെ മനസ്സിൽ വലിയ സ്ഥാനമുള്ളതാണ്. ഈ പമ്പാ സരസ്ഥലത്തെക്കുറിച്ചാണ് എഴുത്തച്ഛൻ പറഞ്ഞത്. പമ്പാ സരസ്ഥലം ലോകമനോഹരം. ഈ പമ്പയെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യ റെഫറൻസ് നമുക്ക് കാണാൻ കഴിയുന്നത് രാമായണത്തോട് ബന്ധപ്പെട്ടാണ്. അതിനെക്കുറിച്ച് കവിത എഴുതുന്നത്, പിന്നെ രാമനെക്കുറിച്ച് കവിതകൾ എഴുതിയപ്പോൾ പുഷ്കരപത്രാക്ഷൻ കൗസല്യാപുത്രൻ ജാനകിയോട് വേറായി പുഷ്കരണീ മത പമ്പാം കണ്ടേ പുഷ്പശരാതുര മാനസനായി. അതായത് പുഷ്കരപത്രാക്ഷൻ ശ്രീരാമൻ ജാനകിയോട് സീതയോട് വേറിട്ട് നിൽക്കുമ്പോൾ സീതാന്വേഷണത്തിനായി വന്നപ്പോൾ ഈ പുഷ്കരണീ മത പമ്പാം, ഈ പമ്പയെ കണ്ടു. അങ്ങനെ സീതയെ ഓർത്തു. സീതയെ നമ്മുടെ ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ മിസ് ചെയ്തു. അരികിൽ സീത ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച സ്ഥലമാണ് പമ്പയെന്നും പമ്പയുടെ മനോഹാരിതയെന്നും. ഇതിൻ്റെ ഒരു ചരിത്ര റെഫറൻസ്, ഇത് പൗരാണിക ചരിത്രം ബന്ധപ്പെട്ടതാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ചരിത്രത്തിലടക്കം പമ്പയെക്കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. പമ്പ വളരെ ക്ലിയർ ആൻഡ് ക്ലീൻ വാട്ടർ ആണെന്നും പമ്പാ സരസ്ഥലം വളരെ മനോഹരമാണെന്നും ഒക്കെയുള്ള ചരിത്രത്തിൻ്റെ റെഫറൻസുകളും, ഇവിടുത്തെ വെള്ളം ക്രിസ്റ്റൽ പോലെയാണെന്നും അല്ലെങ്കിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്നും ഒക്കെയുള്ള റെഫറൻസുകളുണ്ട്. ആ പമ്പയിൽ യുദ്ധത്തിന് ശേഷം തർപ്പണത്തിൻ്റെ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ മരിച്ചു വീണ യോദ്ധാക്കൾക്കായി, ഈ വിജയത്തിനായി അല്ലെങ്കിൽ പോരാടി മരിച്ചവർക്കായി, ശത്രുക്കൾക്ക് വേണ്ടി പോലും തർപ്പണം ചെയ്യാൻ എത്തുന്ന, വിശാലമായ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്യുന്ന, സമാധാനത്തെ സംരക്ഷിക്കാൻ യുദ്ധം ചെയ്യുന്ന മണികണ്ഠകുമാരനെ നമുക്ക് കാണാൻ കഴിയും.